CPI ഉൾപ്പെടെയുള്ള പുരോഗമന പ്രസ്ഥാനങ്ങൾക്ക്, പ്രതിപക്ഷത്തിൻ്റെ ശബ്ദമായിട്ട് വർത്തിക്കുന്ന പ്രസ്ഥാനങ്ങൾക്ക് BJPനെ ഈ സത്യാനന്തര കാലത്ത് നേരിടാനുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ഇൻഫ്രാസ്ട്രക്ചർ ഇല്ലാതിരിക്കുകയും ഇത്തരം സാങ്കേതികളൊന്നും കാര്യമായിട്ട് മനസ്സിലാവാത്ത മനുഷ്യർ ധാരാളമുള്ളൊരു രാജ്യമാണ് ഇന്ത്യ. 20-21% മനുഷ്യർക്ക് അക്ഷരത്തിൻ്റെ വെളിച്ചം എത്തിയിട്ടില്ലാത്തൊരു നാടാണ് നമ്മളുടേത്. അതിനപ്പുറത്തേക്കും നമ്മൾ ഈ പറയുന്ന സാങ്കേതികത്വങ്ങൾ, നിയമത്തിൻ്റെ കാര്യങ്ങളൊന്നും ചിലപ്പോൾ ആളുകൾക്ക് വ്യക്തമായിക്കൊള്ളണം എന്നില്ല. ഇപ്പോൾ ഈ ഡീലിമിറ്റേഷൻ, സെൻസസ് തുടങ്ങിയ കാര്യങ്ങൾ, അത് ഫെഡറലിസത്തിൽ ഏൽപ്പിക്കാൻ പോകുന്ന ആഘാതം, ഇത്തരം കാര്യങ്ങളുടെ പശ്ചാത്തലത്തിലാണ് ഇവിടുത്തെ പ്രതിപക്ഷം വനിതാ സംവരണ ബില്ലിനെ എതിർത്തത് എന്ന കാര്യം ആളുകളോട് പറയാൻ കഴിഞ്ഞില്ല എങ്കിൽ, അല്ലെങ്കിൽ അതിൽ അവരെ എഡ്യൂക്കേറ്റ് ചെയ്യുന്നതിൽ നമ്മൾ പരാജയപ്പെട്ടാൽ, വനിതാ സംവരണ ബില്ലിനെ എതിർത്ത പ്രതിലോമ ശക്തികളായിട്ട് BJP ഇന്ത്യ മുഴുവൻ പ്രതിപക്ഷത്തെ പ്രചരിപ്പിക്കില്ലേ? അവരത് അപ്രോപ്രിയേറ്റ് ചെയ്യാനുള്ള ഒരു സാധ്യത മുന്നിൽ കാണുന്നില്ല. എങ്ങനെയാണ് അതിനെ തടയാൻ കഴിയുക? ആയിരിക്കും BJPയുടെ തന്ത്രം അതായിരിക്കും. അവർ വന്ന് പറയാൻ പോകുന്നത് തന്നെയായിരിക്കും. ഞങ്ങൾ സ്ത്രീകളെ ശാക്തീകരിക്കാൻ വേണ്ടി, വന്ദിക്കാൻ വേണ്ടി വനിതാ നാരി ശക്തി വന്ദൻ നിയമം കൊണ്ടുവന്ന് ഈ സംവരണം നടപ്പിലാക്കാൻ ശ്രമിച്ചപ്പോഴത്തേക്കും ഇടതുപക്ഷം അടക്കമുള്ള പ്രതിപക്ഷം അതിനെ അട്ടിമറിച്ചു എന്നാണ് പറയാൻ പോകുന്നത്. പച്ചക്കള്ളമല്ലേ അത്? BJPക്ക് അതിൻ്റെ അടുത്തുകൂടി പോലും പോയിട്ടില്ല യഥാർത്ഥ സ്ത്രീ സ്നേഹം. അത് സ്നേഹത്തിൻ്റെ വിഷയമല്ല. അത് സ്ത്രീ സ്നേഹം ഞാൻ പറഞ്ഞത് അതിൻ്റെ ഒരു ഡീപ്പായൊരു രാഷ്ട്രീയ അർത്ഥമുണ്ട്. ഐ യൂസ് ദാറ്റ് വേർഡ് സ്നേഹം വിത്ത് ദാറ്റ് പൊളിറ്റിക്കൽ മീനിങ്. രാഷ്ട്രീയമായിട്ടുള്ള സ്നേഹമാണത്. സ്ത്രീയോട് സമൂഹം കാണിക്കേണ്ടത്, രാഷ്ട്രീയം കാണിക്കേണ്ടത്, പാർലമെൻറ്റ് കാണിക്കേണ്ടത്, അതൊരു നിലപാടിൻ്റെ വിഷയമാണ്. അങ്ങനത്തെ സ്നേഹം എന്ന വാക്ക് അതിൻ്റെ ഒരു കാൽപ്പനിക അർത്ഥത്തിൽ എടുക്കാൻ പാടില്ല. പൊളിറ്റിക്കലായിട്ടുള്ളതിൻ്റെ അതിൻ്റെ ഒരു ഒത്തുനിൽക്കലാണ്. ആ ഒത്തുനിൽക്കൽ വേണം. അതുണ്ടോ BJPക്ക്? അതില്ല, ഉണ്ടാവുകയുമില്ല. BJP നയിക്കുന്നത് ആശയമല്ലേ? അതും മറക്കാൻ പറ്റും. BJPയുമായിട്ട് രാഷ്ട്രീയമായിട്ടുള്ള സംവാദങ്ങളുടെ വേളയിലും രാഷ്ട്രീയ സമരരംഗത്തും എല്ലാം ഓർത്തുവെക്കേണ്ട കാര്യം, BJP ഒരു വെറും രാഷ്ട്രീയ പാർട്ടിയല്ല, മറ്റൊരു വലതുപക്ഷ പാർട്ടിയല്ല. അതൊരു പ്രത്യേകതരം വലതുപക്ഷ പാർട്ടിയാണ്. തീവ്ര വലതുപക്ഷത്തിൻ്റെ എല്ലാ ഭീകരമായിട്ടുള്ള ആശയങ്ങളെയും മുറുകെ പിടിക്കുന്ന, ചരിത്രം ലോകത്തെ പരിചയപ്പെടുത്തിയ തീവ്ര വലതുപക്ഷത്തിൻ്റെ എല്ലാ പ്രവർത്തനശൈലിയും സ്വായത്തമാക്കിയ, എപ്പോഴും വലതുപക്ഷത്തിൻ്റെ അടിയിൽ പ്രവർത്തിക്കുന്ന കോർപ്പറേറ്റ് മൂലധന താല്പര്യങ്ങളെയും ലാഭക്കൊതിയെയും ഇത്ര കൂറോടെ സേവിക്കുന്ന ഒരു പാർട്ടി ഇന്ത്യയിൽ വരെ ഉണ്ടായിട്ടേ ഇല്ല. ലോകത്തുണ്ട്. നാം ജീവിക്കുന്ന ലോകത്ത് ഈ രാഷ്ട്രീയത്തോട് ചേർന്ന് പോകുന്ന ശക്തികളുണ്ട്. ട്രംപ് ഈ കൂട്ടുകെട്ടിൻ്റെ നേതാവാണ്. ട്രംപ് ഈസ് എൻ എക്സാമ്പിൾ. ഇന്നത്തെ പാർട്ടി, അതും പാർട്ടി മാത്രമേ ഉള്ളൂ. ട്രംപാണ് അതിൻ്റെ എല്ലാം. നെതന്യാഹു വേറൊരു മുഖമാണ്. മോദി അതിൻ്റെ മൂന്നാമത്തെ മുഖമാണ്. ഈ ട്രയോ, ഈ മുക്കൂട്ട് സഖ്യത്തിൻ്റെ രാഷ്ട്രീയം, ആശയം എല്ലാം നോക്കിയാൽ കാണാൻ പറ്റും. അവർക്കെല്ലാം പൊതുവായ ചിലതൊക്കെ ഉണ്ട്. അതിനകത്ത് സ്ത്രീ വിരോധമുണ്ട്, സ്ത്രീ വിദ്വേഷമുണ്ട്. ഈ അടുത്തിടയ്ക്ക് BJP കൂട്ടാളിയാകുന്നത് വെറുതെയല്ല. ആ ആശയത്തിൻ്റെ പിൻബലം BJPക്ക് നല്ലവണ്ണമുണ്ട്. ഇന്ത്യയുടെ സ്മൃതി പാരമ്പര്യം എന്ന് നോക്കിയാൽ അതിനും അവിടെയുണ്ട് BJPയുടെ ആശയ എടുത്തറ. മനുസ്മൃതി എല്ലാവർക്കും അറിയാം. ഞാൻ സ്ത്രീ സ്വാതന്ത്ര്യമർഹതി. ബാക്കിയൊന്നും ഞാൻ പറയുന്നില്ല. പിതാവിൻ്റെയും പുത്രൻ്റെയും കാര്യമൊക്കെ പറയുന്നുണ്ട്. ഭർത്താവെല്ലാം വരുന്നുണ്ട്. അതിൻ്റെ എല്ലാ സാരാംശം എന്താ? അതിൻ്റെ എല്ലാം അങ്ങനെ ആയതുകൊണ്ട് അവർക്ക് നോക്കിക്കോളും. നിങ്ങളെ നോക്കുന്നുണ്ടോ? പക്ഷേ നോക്കുന്നുണ്ടോ? കൊച്ചുമക്കൾ പിതാവിനാൽ ബലാത്സംഗം ചെയ്യപ്പെടുന്നു. ഭർത്താക്കന്മാർ ഭാര്യമാരെ ജീവനോടെ തൊട്ടുകൊല്ലുന്നു. മക്കൾ അമ്മയെ വിൽക്കുന്നു. ഇതാണ് ഇവിടുത്തെ ഇന്നത്തെ അവസ്ഥ. ഈ ലാഭക്കൊതിയുടെ സമൂഹത്തിനകത്ത് ഇതൊക്കെ നടക്കും. ആദ്യത്തെ വിൽപ്പനപ്പെട്ട സ്ത്രീയാണ്. ലാഭക്കൊതി, പണാധിപത്യം, സമൂഹത്തിൻ്റെ മൂല്യബോധങ്ങളെല്ലാം തകടം മറിക്കുമ്പോൾ ഉണ്ടാകുന്ന എല്ലാ ആപത്തിൻ്റെയും ആദ്യത്തെ വാൾബലം വന്ന് വീഴുന്നത് സ്ത്രീയുടെ പേരാണ്. ഇന്ത്യക്കതറിയാം. ഈ ആശയത്തിൻ്റെ പുറകെയാണ് BJPയുടെ യാത്ര.
അപ്പോൾ സ്ത്രീക്ക് സ്വാതന്ത്ര്യം വേണ്ട എന്ന് കൽപ്പിക്കുന്ന ആശയമുണ്ട്. അതാണ് BJP നയിക്കുന്നത്. അതിൻ്റെ പുറത്താണ് RSS സ്ഥാപിതമായത്. ഭാരതീയ പൈതൃകത്തിൻ്റെ എല്ലാ നന്മകളെയും എന്നവർ പറയുന്ന നന്മകളിങ്ങനെയാണ് കൊട്ടേഷൻ. ആ നന്മകളെ സംരക്ഷിക്കാൻ വേണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഈ സമൂഹത്തിൻ്റെ മേൽ ഇരുട്ടിൻ്റെ ഒരു കോട്ട കെട്ടാനാണ് നിൽക്കുന്നവർ. ഇരുട്ട് മാത്രം മതി, അറിയാതെ പോലും ഒരു നുറുങ്ങ് വെളിച്ചം പോലും ഉണ്ടായിക്കൊള്ളാതെ വാദിക്കുന്ന ഒരാശയമുണ്ട്. അവർണ്ണന് ഒന്നുമില്ല, വിദ്യാഭ്യാസമില്ല, സമത്വമില്ല, അവൻ്റെ സ്ഥാനം മൃഗത്തേക്കാളും താഴെയാണ് എന്നൊക്കെ പഠിപ്പിക്കുന്ന ആശയത്തിൻ്റെ കൂടെയാണ് നിൽക്കുന്നത് BJP. ഈ ആശയത്തിൻ്റെ ഭാഗമായിട്ടാണ് പറയുന്നത് അവർ പെണ്ണിന് സ്വാതന്ത്ര്യം വേണ്ടെന്ന് പറയുന്നത്. അതൊന്ന് മാറുക അവർ. ഒറ്റ ചോദ്യം ഞാൻ ഇപ്പോഴും ചോദിക്കുന്നു, ആവർത്തിക്കുന്നു എന്ന് പറയാം, ആവർത്തിക്കുന്നു. ആ ചോദ്യം ഉത്തരം വേണ്ട ചോദ്യമാണ്. BJPക്ക് വഴി കാണിക്കുന്ന അതിൻ്റെ ആശയ അടിത്തറ RSSൽ ഒരു സ്ത്രീക്ക് അംഗമാകാൻ പറ്റുമോ? ഇല്ല. നോമ്പ് നോറ്റോ വ്രതമിരുന്നിട്ടോ അപേക്ഷ കൊടുത്താൽ അംഗീകരിക്കുമോ RSS ഒരു പെണ്ണിന് അംഗത്വം കൊടുക്കുമോ? ഇല്ല. അതിൻ്റെ ഭരണഘടന വായിച്ചു നോക്കുക. RSSൻ്റെ നിശ്ചിത വയസ്സ് പൂർത്തിയായ എല്ലാ ഇന്ത്യൻ പുരുഷന്മാർക്കുമാണ് അംഗത്വമുള്ളത്. എല്ലാ ഇന്ത്യക്കാർക്കൊന്നും പറയുന്നില്ല, എല്ലാ ഇന്ത്യൻ ആണുങ്ങൾക്കും അംഗത്വമുണ്ട്. വ്യത്യാസം ചെറുതല്ല. സ്ത്രീക്ക് അംഗത്വമേ ഇല്ല RSSൽ. എപ്പോഴും മോദി പറയും, ലോകത്തെ ഏറ്റവും വലിയ ഡെമോക്രസിയാണ് ഇന്ത്യ, ഏറ്റവും വലിയ ജനാധിപത്യ രാഷ്ട്രത്തിൽ ഇന്ത്യ തന്നെയാണ്, സംശയമില്ല. നമുക്കെല്ലാം അഭിമാനിക്കാൻ അവകാശമുണ്ട്. അതും കൂടെ പറയും ആ ജനാധിപത്യത്തിൻ്റെ ശ്രീകോവിലാണ് പാർലമെൻറ്റ്. അതും നല്ല പ്രയോഗമാണ്. എല്ലാവരും പണ്ടേ മോദി എപ്പോഴും പറയും അത്. നാടകീയമായിട്ട് മോദി ഒരു കാഴ്ച കാണിച്ചു ലോകത്തെ. ആദ്യമായിട്ട് അദ്ദേഹം വരുന്നു പ്രധാനമന്ത്രിയാകാൻ. അദ്ദേഹം വന്നിട്ട് നിന്നു. ആ എൻട്രൻസിലെ ഒന്നാമത്തെ ചവിട്ടുപടിക്കടുത്ത് നിന്നിങ്ങനെ ഒന്ന് നോക്കി, ഭാവഗംഭീര നോട്ടം നോക്കി. ലോകത്തെല്ലാം മീഡിയ ഉണ്ടല്ലോ അപ്പോൾ അവരെല്ലാം കാണാൻ വേണ്ടി ആയിരിക്കാം നോട്ടമൊക്കെ നോക്കിയിട്ട് അദ്ദേഹം ആദ്യത്തെ പടിയിൽ തൊട്ട് തലയിൽ വെച്ചു. ഈ മദർ ഓഫ് ഡെമോക്രസിയുടെ ശ്രീകോവിലേക്ക് കയറുന്നൊരു ഭക്തൻ്റെ അന്നൊന്നാന്തര അഭിനയമാണത്. അങ്ങനെ അഭിനയിച്ചിട്ട് അദ്ദേഹം കയറിപ്പോയ പാർലമെൻറ്റ്. ഒരു പുതിയ ബിൽഡിംഗ് വന്നു പാർലമെൻറ്റിൽ. ഇപ്പോൾ 23 ഉദ്ഘാടനം ഉണ്ടായിരുന്നത്. എനിക്ക് ആ ദിവസം നല്ല ഓർമ്മയുണ്ട്. ഞാനും ഒരു ഇൻവൈറ്റ് ചെയ്യായിരുന്നു. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവ് നിലയ്ക്ക്, പാർലമെൻ്ററി പാർട്ടി നേതാവ് നിലയ്ക്ക് എനിക്ക് ക്ഷണം ഉണ്ടായിരുന്നു. അത് ഞാൻ ഉണ്ടായിരുന്നു അവിടെ. അത് ഞാൻ കണ്ടവനാണ്. ഒരു കാര്യം എന്നെ അത്ഭുതപ്പെടുത്തുന്നു, ഇപ്പോഴും അത്ഭുതം മാറിയിട്ടില്ല. അനവധി കോടി മനുഷ്യർ മറ്റു മതക്കാരായി ജീവിക്കുന്ന ഈ നാട്ടിൽ, അവർക്കെല്ലാം തുല്യാവകാശമുള്ളൊരു ഭരണഘടനയ്ക്ക് വേണ്ടി നിൽക്കുന്ന ഈ രാഷ്ട്രത്തിൽ, അതിൻ്റെ എല്ലാം ഇരിപ്പിടമായ പാർലമെൻറ്റിൻ്റെ ഉദ്ഘാടന ചടങ്ങിൻ്റെ ദിവസം പ്രത്യേക മതത്തിൻ്റെ ബ്രാഹ്മണ്യധിഷ്ഠിതമായിട്ടുള്ള എല്ലാ ക്രമങ്ങളും ഉണ്ടായി. പൂജയും ഹോമവും എല്ലാം ഉണ്ടായി. മുഖ്യ പൂജാരി പോലും പൂജാരിയല്ലായിരുന്നു, പ്രധാനമന്ത്രിയായിരുന്നു. അതെല്ലാം ഞാൻ കണ്ട കാഴ്ചയാണ്. പക്ഷേ കണ്ട കാഴ്ച ഒരാളെ കാണാനില്ല. അവിടെ കാണാൻ വേണ്ടി ഞാൻ ആഗ്രഹിച്ച ഇടതുപക്ഷവും പ്രതിപക്ഷവും മാത്രമല്ല, എല്ലാ ഇന്ത്യക്കാരും ആഗ്രഹിച്ചൊരു പേരുണ്ട്, ഒരാളുണ്ട്. ആ ആളെ അവിടെ കണ്ടില്ല. ആ ആളവിടെ ഇല്ലായിരുന്നു. അതൊരു ശ്രദ്ധേയമായ ആബ്സെൻസ് ആയിരുന്നു. ആ ആൾ മറ്റാരുമല്ല, രാഷ്ട്രപതിയാണ്. ഏറ്റവും വലിയ പൗരൻ. ചിലർ പറയും പൗര എന്ന് പറയണമെന്ന്. അധികം പോകുന്നില്ല. പൗരയായാലും പൗരനായാലും. അതുകൊണ്ട് ദ ഫസ്റ്റ് സിറ്റിസൺ ഓഫ് ഇന്ത്യ, ഒന്നാമത്തെ പൗരയോ പൗരനോ, പ്രയോഗം എന്തോ ആയിക്കോട്ടെ, ആ ആളെ കണ്ടില്ല. അപ്പോൾ ഈ വിഷയം ഉന്നയിച്ചാൽ ആ ചർച്ചയിൽ എപ്പോഴും അതിൻ്റെ ഈ ചർച്ചകളിലെല്ലാം ഉണ്ടാകണം ആ ചോദ്യം. എന്തുകൊണ്ടാണ് പാർലമെൻറ്റിൻ്റെ ഒന്നാം ദിവസത്തെ ചടങ്ങിൽ, ഉദ്ഘാടന ദിവസം, ആ ചടങ്ങിൽ എവിടെയും രാഷ്ട്രപതിയായിട്ടുള്ള വനിതയെ കണ്ടില്ല? ആ വനിതയെ എന്തുകൊണ്ട് ഒഴിവാക്കി നിർത്തി?
അടുപ്പിച്ചില്ല. ചോദ്യം ഇതാണ്, രാഷ്ട്രപതി ഒരു സ്ത്രീയാണ്, അതുകൊണ്ടാണ് ഒഴിവാക്കിയത്. രാഷ്ട്രപതി ഒരു ആദിവാസിയാണ്, അതാണോ അയോഗ്യത? രാഷ്ട്രപതി ഒരു വിധവയുമാണ്. വലുവയായത്, ആദിവാസിയായത്, വിധവയായത് ഈ കാരണം കൊണ്ടല്ലെങ്കിൽ മറ്റെന്ത് കാരണം കൊണ്ടാണ് രാഷ്ട്രപതിയെ, ദ്രൗപദി മുർമുജിയെ, അത്രയും പ്രധാനപ്പെട്ട, ഓസ്പിഷ്യസ് എന്ന് പറഞ്ഞാൽ പോരാ, അതിൻ്റെ ഏറ്റവും വലിയ സൂപ്പർലെറ്റീവ് വാക്ക് പറയണം, അങ്ങനെയുള്ള ഒരാളെ ഒഴിവാക്കിയിട്ട് അവരെ കാതങ്ങൾ അകറ്റി മറ്റൊരു ചോദ്യം ബാക്കി നിൽക്കുകയാണ്. ഈ ചോദ്യം എനിക്ക് ഉറപ്പാണ് ആ മഹതിയുടെ മനസ്സിലും കണ്ടേക്കാം. മുർമുജി പറയില്ലായിരിക്കാം, പക്ഷേ അവരുടെയും മനസ്സിൽ ചോദ്യം ഉണ്ടാകാം. ആ ചോദ്യം ഇന്ത്യയുടെ മനസ്സിലുണ്ട്. അത് നിലപാടാണ്, BJPയുടെ നിലപാടിൻ്റെ പ്രതിഫലനമാണത്. ആ BJP പറയുകയാണ് നാരീശക്തി എന്ന് പറയുകയാണ്. എന്ത് വർത്തമാനമാണത്? ഞാൻ വീണ്ടും ഓർത്തു പോകുന്നു, ഞാൻ അത് കണ്ടിട്ടില്ലെങ്കിൽ ആ ഫോട്ടോ ഞാൻ മറക്കില്ല. മണിപ്പൂരിലെ 2023 മെയ് മാസത്തിലാണ് പൊട്ടിപ്പുറപ്പെട്ട കലാപം. 5-ാം തീയതി അവിടെ എത്തിയവനാണ് ഞാൻ. അന്നത്തെ ഇംഫാൽ എനിക്ക് ഓർമ്മയുണ്ട്. കത്തുന്ന ഇംഫാലായിരുന്നു അത്. മുമ്പുള്ള ഇംഫാൽ എനിക്കറിയാം, പ്രശാന്തമായ ഇംഫാൽ എനിക്കറിയാം. നല്ല മനുഷ്യർ, അന്നും കുക്കികളും മേത്തകളും ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ അന്ന് കണ്ട ഇംഫാൽ വേറൊരു ഇംഫാലാണ്. അതിപ്പോഴും തുടരുകയാണ്. അതെല്ലാ പരമ്പരയും ഞാൻ പറയുന്നില്ല, പക്ഷെ ഒരു കാര്യം പറഞ്ഞേ തീരൂ. ഇന്ത്യക്കാരികളായിട്ടുള്ള സ്ത്രീകൾ, മണിപ്പൂരിലെ സ്ത്രീകൾ, യുവതികൾ നഗ്നരായി തെരുവിലൂടെ ആട്ടിപ്പായിക്കപ്പെട്ടു. എന്തൊരു ഗതികെട്ട രംഗമാണത്. ഭ്രാന്ത് പിടിച്ച് ആക്രോശിക്കുന്നതിന് മറ്റ ആളുകൾ പുറകിൽ ഓടി വരുന്നു. മുമ്പിൽ 2 പെൺകുട്ടികൾ പൂർണ്ണമായും വിവസ്ത്രരായിട്ട് ഓടുന്നു, പ്രാണൻ കൈ പിടിച്ചുകൊണ്ട്. അത് കണ്ട ഇന്ത്യയാണത്. ആ ഇന്ത്യയിൽ അരങ്ങൊരുക്കിയത് BJPയാണ്. സ്ത്രീക്കിതാണ് സ്ഥാനം ഇവിടെ. ഭ്രാന്ത് പിടിച്ച മൃഗങ്ങളെപ്പോലെ വേട്ടയാടാൻ വരുന്ന ആൺ ഭ്രാന്തന്മാർക്ക് മുമ്പിൽ നിസ്സഹായരായി നിലവിളിച്ചുകൊണ്ട് ഓടുന്ന സ്ത്രീയാണ് ഇന്ത്യൻ സ്ത്രീ. ഉണ്ടായത് ഒരു യുദ്ധരംഗത്തല്ല, വർഗീയ ഭ്രാന്തിനെ വളം വെച്ചു കൊടുത്ത ഗവൺമെൻറ് തണലിൽ ഉണ്ടായത് ഇന്ത്യയിലാണ്, മണിപ്പൂരിലാണ്. എത്ര മാസം കഴിഞ്ഞ് അവിടെ പോയത് പ്രധാനമന്ത്രി? ഈ പറയുന്ന സ്ത്രീ സ്നേഹത്തിന് എന്തെങ്കിലും അർത്ഥമുണ്ടെങ്കിൽ, സ്ത്രീയുടെ ഭാഗത്താണ് BJPയും മോദിയുമെങ്കിൽ അവിടെ പിറ്റേ ദിവസം പോകണം, എന്നിട്ട് പറയണം, ആദ്യം മാപ്പ് പറയണം. ആ 2 പേരോടല്ല, ഇന്ത്യൻ സ്ത്രീത്വം എന്നൊന്നുണ്ട്. ഇന്ത്യൻ സ്ത്രീത്വം ആദ്യം മാപ്പ് കേൾക്കേണ്ടത് അവരോടാണ്. പിന്നെ പറയണം, ഒരു സംശയവും കൂടാതെ കുറ്റക്കാരെ ഇന്ന് പിടിക്കുമെന്ന് പറയണം. ഒന്നും ഉണ്ടായില്ല. അവരെല്ലാം അഴിഞ്ഞാടുകയായിരുന്നു. പ്രധാനമന്ത്രി എത്രയോ മാസം കഴിഞ്ഞാണ് ആദ്യമായിട്ട്, അദ്ദേഹം ലോകം ചുറ്റുമാലിപരാണ്, സഞ്ചാരപ്രിയനാണ്. പക്ഷേ മണിപ്പൂരിലേക്ക് പോയത് എത്രയോ താമസിച്ചിട്ടാണ്. മണിപ്പൂർ സമൂഹത്തിൽ സ്ത്രീക്ക് വലിയ സ്ഥാനമുണ്ട്. അവിടുത്തെ മാർക്കറ്റ് എനിക്ക് ഓർമ്മയുണ്ട്. സ്ത്രീയുടെ ഒരു വ്യക്തിത്വം അവിടെ പോയാൽ കാണാൻ പറ്റും. കുടുംബം നോക്കാൻ വേണ്ടി ആയിരക്കണക്കായ സ്ത്രീകളുടെ വലിയ പ്രദേശം മുഴുവനും ചന്തയാണത്, ഇംഫാലിലാണത്. അവിടെ എല്ലാം വിൽക്കുന്നുണ്ട്. പച്ചക്കറി മുതൽ കരകൗശല വസ്തുക്കൾ, തുന്നിയെടുക്കുന്ന വസ്ത്രങ്ങൾ തുടങ്ങിയിട്ടുള്ള നല്ല തുണിത്തരങ്ങളടക്കം എല്ലാം അവിടെ മേടിക്കാൻ കിട്ടും. മുഴുവനും സ്ത്രീകളുടെ ലോകമാണത്. സ്ത്രീകളെ ഉള്ളൂ. അതാണ് ആ സമൂഹം. ആ സമൂഹത്തിൽ സ്ത്രീക്ക് സ്ഥാനമുണ്ടായിരുന്നു. ആ സ്ത്രീയെയാണ് വിവസ്ത്രയാക്കിയതുപോലെ ഓടിച്ചത് BJP. അത് മണിപ്പൂരിലെ മാത്രമല്ല, ഇന്ത്യൻ സ്ത്രീകളെയാണ് BJP വസ്ത്രക്ഷേപം ചെയ്തത്. ആ BJPക്ക് വാസ്തവത്തിൽ ഈ ബില്ലിലടക്കം ഒരു കാര്യത്തിലും സ്ത്രീകളോട് പക്ഷപാതത്വവുമില്ല, പരിഗണനയുമില്ല, അനുകമ്പ പോലുമില്ല. ഇതെല്ലാം നാടകം തന്നെയാണ്. ആ നാടകത്തിൻ്റെ ആദ്യ അവസാനമുള്ളത് കാപട്യം മാത്രമാണ്.